സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 1 ശനി. ബാലികേറാമലയല്ല, ജില്ലാ അതിരുമാറ്റം. നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും പാവപ്പെട്ടവനും അശരണനുമായ ഒരു മനുഷ്യന്റെ മുഖമോർക്കുക. എന്നിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം ആ മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമോ എന്ന് സ്വയം ചോദിക്കുക. ഗാന്ധിജി. വിഭവങ്ങളും അവസരങ്ങളും സന്തുലിതമായി വീതം വയ്ക്കപ്പെടുമ്പോൾ മാത്രമേ ജനക്ഷേമ ഭരണം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാവൂ. ഈ വീതം വയ്ക്കൽ എത്രമാത്രം അസന്തുലിതമാകുന്നുവോ അനീതിയും അസംതൃപ്തിയും അതനുസരിച്ച് പെരുകും. കേരളം രൂപവത്കൃതമായിട്ട് 7 പതിറ്റാണ്ടായി. 1956 നവംബർ 1 കേരളം പിറവിയെടുക്കുമ്പോൾ 5 ജില്ലകളിലായി 1.5 കോടിയിൽ താഴെ ജനങ്ങളാണുണ്ടായിരുന്നത്. 2026 അത് 3.5 കോടിയിലേറെയായി. ജില്ലകളുടെ എണ്ണം 14ഉം താലൂക്കുകളുടെ എണ്ണം 78ഉമായി. ജനസംഖ്യാനുപാതികമായല്ല ജില്ലകളുടെയും താലൂക്കുകളുടെയും പുനഃക്രമീകരണം എന്ന് നമുക്കറിയാം. അത്തരത്തിൽ എണ്ണം ഒപ്പിച്ചുള്ള പുനർവിന്യാസം അസാധ്യവുമാണ്. എന്നാൽ ജനസംഖ്യയിലെ ഭീമമായ അന്തരം ജില്ലകളുടെ പുനഃക്രമീകരണത്തിൽ മുഴച്ചു നിൽക്കുന്നുവെങ്കിൽ അതിനു പരിഹാരം കാണേണ്ട ബാധ്യത ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭരണസൗകര്യത്തിനും സർക്കാർ സേവനങ്ങളും സാധനങ്ങളും ആളോഹരി അളവിൽ ലഭ്യമാക്കുന്നതിനുമായി സംസ്ഥാനത്തിന്റെ റവന്യൂ അതിരുകൾ മാറ്റിവരയ്ക്കണമെന്ന ആവശ്യത്തിന് മുഴക്കം കൂടുന്നത്. 42 വർഷം മുമ്പാണ് 14ാമത് ജില്ലയായി കാസർഗോഡ് നിലവിൽ വന്നത്. അതിനുശേഷം താലൂക്കുകളും വില്ലേജുകളും വർദ്ധിച്ചെങ്കിലും ഭരണസൗകര്യം മുൻനിർത്തുന്നതിനോ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനോ വിഭവ വിതരണം സന്തുലിതമാക്കാനോ വേണ്ടി പുതുതായി ഒരു ജില്ലയും സാധ്യമായില്ല. 1956 റവന്യൂ ചട്ടക്കൂടിനുള്ളിൽ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയാണ് നവകേരളത്തിന്. വെറും 8 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന വയനാടിനും 11.3 ലക്ഷം പേരുള്ള ഇടുക്കിക്കും 11.5 ലക്ഷം ആളുകളുള്ള പത്തനംതിട്ടയ്ക്കും ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ മാത്രമാണ് 48 ലക്ഷം പേർ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറത്തിനും 35.5 ലക്ഷം ജനങ്ങളുള്ള എറണാകുളത്തിനും 35 ലക്ഷത്തോളം പേരുള്ള തിരുവനന്തപുരത്തിനും വകയിരുത്തപ്പെടുന്നത്. ജനങ്ങളുടെ സൗകര്യവും ക്ഷേമവും മുൻനിർത്തി ജില്ലാ അതിരുകളും താലൂക്ക് വില്ലേജ് അതിർത്തികളും മാറ്റിവരയ്ക്കണമെന്ന മുറവിളിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ജില്ലകളുടെ കാര്യത്തിൽ മലപ്പുറവും എറണാകുളവും തിരുവനന്തപുരവുമാണ് ആൾപ്പെരുപ്പത്താൽ വീർപ്പുമുട്ടുന്നത്. ഇത് സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പരമ്പരയും വാർത്തകളും ലേഖനങ്ങളും പ്രമുഖരുടെ പ്രതികരണങ്ങളും ഉൾപ്പെടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രഭാതം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളിൽ ബോധ്യമായ പ്രധാന വസ്തുത ജില്ലകളുടെ പുനർവിന്യാസ കാര്യത്തിൽ UDF സർക്കാരിനോ പ്രതിപക്ഷത്തിനോ മറ്റു രാഷ്ട്രീയ കക്ഷികൾക്കോ എതിരഭിപ്രായം ഇല്ലെന്നതാണ്. ധനസ്ഥിതി മാത്രമാണ് ഏക കടമ്പയെന്ന് സർക്കാർ പറയുന്നു. പുനഃക്രമീകരണം വഴി ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭരണകൂടത്തിനു മുന്നിൽ പണം ഒരിക്കലും വഴിമുടക്കില്ലെന്നോർക്കണം. പുതിയ ജില്ലകൾ വരുമ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത പെരുകുമെന്ന വാദവും യുക്തിസഹമല്ല. അങ്ങനെയെങ്കിൽ 1956 5 ജില്ലകളിൽ നിന്ന് നിലവിലെ 14 ജില്ലകളിലേക്ക് കേരളം വളരുമായിരുന്നില്ല. 2013 വരെ 66 താലൂക്കുകളായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. 2013 ബജറ്റിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് പുനഃക്രമീകരണം വഴി ഒറ്റയടിക്ക് 12 താലൂക്കുകൾ സൃഷ്ടിച്ചത്. ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് നാട് ഭരിക്കുന്നതെങ്കിൽ ഇത്തരം പുനഃക്രമീകരണങ്ങൾക്ക് തടസ്സമില്ലെന്നതിന് തെളിവാണ് താലൂക്കുകളുടെ എണ്ണം 78ലേക്ക് ഉയർത്തിയത്. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള നട്ടെല്ലുള്ള സർക്കാരുകൾ വന്നപ്പോഴാണ് ജില്ലകളുടെയും താലൂക്കുകളുടെയും എണ്ണത്തിൽ കുതിപ്പുണ്ടായത്. അതിന് മികച്ച ഉദാഹരണമാണ് തെലങ്കാന. 2014 സംസ്ഥാന രൂപവത്കരണ ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 10 ജില്ലകളാണ് തെലങ്കാനയിൽ ഉൾപ്പെട്ടത്. 2016 ഭരണപരമായ സൗകര്യം ചൂണ്ടിക്കാട്ടി ജില്ലകളുടെ എണ്ണം 31ആക്കി. നിലവിൽ 33 ജില്ലകളാണ് തെലങ്കാനയിലുള്ളത്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങി ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ജനക്ഷേമം മുൻനിർത്തി അതതു കാലത്ത് ജില്ലകളും താലൂക്കുകളും പുനഃക്രമീകരിച്ചിട്ടുമുണ്ട്. വിഭവങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും വിതരണത്തിൽ നിലനിൽക്കുന്ന വലിയ അസമത്വം ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ജില്ലാ പുനഃക്രമീകരണം എന്ന അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജനസാന്ദ്രതയേറിയ മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളുടെ അതിരുകൾ മാറ്റിവരയ്ക്കുന്നതിൽ VD സതീശൻ സർക്കാരിന്റെ സത്വര ശ്രദ്ധ പതിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പുതിയ ജില്ലകൾ നിലവിൽ വരുന്നതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജില്ലകൾക്കുമുള്ള ഫണ്ട് വിതരണം ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിക്ക് പകരം ജനസംഖ്യാനുപാതികമായി വിഭജിക്കുകയെന്നതും സർക്കാരിന്റെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള ഭയം കാരണം അനിവാര്യമായ പരിഷ്കാരങ്ങൾ നീട്ടിവെക്കരുതെന്നും ഓർമ്മിപ്പിക്കട്ടെ. ചെലവ് കുറഞ്ഞതും ആധുനികവുമായ ഭരണ പരിഷ്കാരങ്ങളിലൂടെ കേരളത്തിന്റെ റവന്യൂ ഘടന അടിയന്തരമായി പൊളിച്ചെഴുതാനും സർക്കാർ തയ്യാറാകണം.
പുതുകേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് കന്നി ബജറ്റിലൂടെ ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചത്. വികസനവും ക്ഷേമവും ബഹുമുഖ നിക്ഷേപ സ്വപ്നങ്ങളും സമം ചേർന്ന് ബജറ്റ് പ്രസംഗത്തിൽ പുതിയ ജില്ലകളുടെയും താലൂക്കുകളുടെയും സാധ്യത പഠിക്കാൻ കമ്മീഷനെ നിയമിക്കുമെന്ന പരാമർശം കൂടിയുണ്ടായിരുന്നു. പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ പ്രാവർത്തികമാക്കാനുള്ള കണിശ നീക്കങ്ങൾ ഈ സർക്കാരിൽ നിന്നുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പുതുകേരളം.